അൽഗദീർ വാട്ടർഫാൾസ് ആണത്. നമ്മളീ കാണുന്ന ഏരിയ അൽഗദീർ എന്ന് പറയും. DIC ദുബായ് ഇൻഡസ്ട്രി സിറ്റിയുടെ 15 കിലോമീറ്റർ അബുദാബി ദുബായുടെയും ബോർഡറിലാണ് ഈ അൽഗദീർ വാട്ടർഫാൾസ് എന്ന പാർക്ക് കിടക്കുന്നത്. ഈ പാർക്ക് എന്ന് പറയാൻ പറ്റില്ല, ഇത് ഒരുപാട് ഏകദേശം 1000-ൻ്റെ അടുത്ത് വീടുകളുള്ള ഒരു താമസ ഏരിയയാണ്. വളരെ 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 ഭംഗിയോടുകൂടി ഇവരിത് പ്രതിപാലിച്ച് പോരുന്നുണ്ട്. ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിലൊക്കെ രാത്രികളിലൊക്കെ ഇവിടെ ഒത്തുകൂടാനും ഒരുപാട് സന്തോഷങ്ങൾ പങ്കിടാനുള്ള ഒരു ഇടമായിട്ട് ഇവരിതിനെ മാറ്റിയിട്ടുണ്ട്. എന്താ സൈക്കിൾ സവാരി ചെയ്യാൻ പറ്റുന്ന ഏരിയ, അതുപോലെ തന്നെ ഒത്തിരി നല്ല നല്ല ചെടികൾ, അതേപോലെ തന്നെ ബദാമുകൾ. ഇവിടെ ഏറ്റവും കൂടുതൽ വൃക്ഷങ്ങളുള്ളത് എന്ന് പറഞ്ഞാൽ ഇവിടെ കറിവേപ്പിലയാണ്. കറിവേപ്പിലയുണ്ട്, അതുമാതിരി ആര്യവേപ്പിയുടെ ഇലയാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. ഇത് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ ജലസേചന സൗകര്യം എന്ന് പറയുന്നത് ഇവർ ഇവിടുന്ന് എല്ലാ വീടുകളിൽ നിന്ന് ഒഴിവാക്കുന്ന വാട്ടർ ശേഖരിച്ച് ഇവർ ഇതേമാതിരി പൈപ്പ് ലൈൻ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെയും വൈകുന്നേരം ഇവരിങ്ങനെ നനയ്ക്കും. ഇതൊരു ടാപ്പ് തുറന്നിടുന്നൊരു സിസ്റ്റമാണ്. വളരെ ഭംഗിയുള്ള, ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന, ആളുകൾക്ക് വരാൻ പറ്റുന്ന നല്ല വൃത്തിയുള്ള വഴികളാണ് എല്ലായിടത്തുള്ളത്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്കുകൾ, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പാർക്കാണ്. വീണ്ടും നമ്മൾ വരുന്നത് ഈ സൈക്കിൾ സവാരി ചെയ്യുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു പാത. ഒത്തിരി ആളുകൾ അവിടെ കളിക്കുന്നുണ്ട്, ഒത്തിരി കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് ഇവർ ഇത് പരിപാലിച്ച് പോരുന്നുണ്ട്. ഇവിടെ എല്ലാ വീക്കിലിയിലും ആളുകൾ വന്നിട്ട് ഇത് പരിപാലിച്ച് പോരുന്നുണ്ട്, ചെടികളെ കാര്യങ്ങളൊക്കെ. മനോഹരമായിട്ടുള്ളൊരിടം. അതിലെ പ്രഭാത സവാരികൾക്കൊക്കെ വളരെ യോജിച്ച ഒരു ഇടമാണ്. ഒത്തിരി താമസക്കാരുണ്ട്, വിദേശികളായിട്ടുള്ള UK നിന്നും ബ്രിട്ടനിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും ഫിലിപ്പീൻസിൽ നിന്നും ഒരുപാട് ആളുകൾ താമസിച്ച് വരുന്ന ഒരു ഏരിയയാണ് അൽഗദീർ വാട്ടർഫാൾസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആളുകൾക്കൊക്കെ പെറ്റുകളുണ്ട് എന്നുള്ളതാണ്. ഇവരെല്ലാവരും അഭിപ്രായം സൃഷ്ടിച്ച് വരുന്നുണ്ട്. പിന്നെ ഇവിടേക്ക് കയറുമ്പോഴും ഔട്ട് ചെയ്യുമ്പോഴൊക്കെ ഇവിടെ ഒരു എൻട്രൻസിൽ സെക്യൂരിറ്റി ഉണ്ടാവും. സെക്യൂരിറ്റി എല്ലാ വാഹനത്തിൻ്റെ രജിസ്റ്റർ ബുക്ക് സൂക്ഷിച്ച് വെക്കുന്നു. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. സെക്യൂരിറ്റീൻ്റെ റൂമാണെങ്കിൽ ഇതോ വളരെയധികം ശ്രദ്ധിച്ചു കഴിയാൻ. വീഡിയോ വളരെ നീണ്ടുപോകുന്നുണ്ട്. ഇവിടുത്തെ ദുബായിയുടെ ഒരു സിസ്റ്റം അനുസരിച്ച് റോഡുകളിലൊക്കെ സീബ്ര ലൈനുകൾ, അതിനനുസരിച്ച് വാഹനങ്ങൾ നിർത്തുന്ന ഒരു സംവിധാനം വളരെ അച്ചടക്കത്തോടു കൂടിയാണ് ഇവർ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ചെയ്തു പോരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പിന്നെ ഇവിടെ പിഴ ഈടാക്കുന്ന സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾ അത് വളരെ കൃത്യമായിട്ട് തന്നെ അനുസരിച്ച് പോരുന്നുണ്ടെന്നുള്ളതാണ്. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.